കാലിക്കറ്റ് രജിസ്ട്രാറെ ഹിയറിംഗിന് വിളിച്ചു വരുത്തുന്നതിൽ നിന്നും പിന്മാറി സർക്കാർ. ചട്ടവിരുദ്ധമായി ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയുടെ മുമ്പാകെ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറെ വിളിച്ചു വരുത്തി വിശദീകരണം തേടാനുള്ള നീക്കമാണ് സർക്കാർ ഉപേക്ഷിച്ചത്. തിരിച്ചടി ഭയന്നാണ് പിന്മാറ്റമെന്നാണ് സൂചന. നാളെ ഹിയറിംഗിന് എത്തണമെന്ന സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്ന് സ്പെഷ്യൽ സെക്രട്ടറിക്ക് VC കത്തയച്ചു. വിവരങ്ങളിലേക്ക് പോകാം. പ്രജിത് മോഹനൻ ചേർന്നു. പ്രജിത്ത്, എന്താണ് വിവരങ്ങൾ? ഈ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ വിളിച്ച് ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാകണമെന്നൊരു നിർദ്ദേശം സർക്കാർ തലത്തിൽ നൽകിയിരുന്നു. ഈ നിർദ്ദേശമാണ് വലിയ വിവാദമായതും പിന്നാലെ സർക്കാർ ഇപ്പോൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതും. ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് മുന്നിൽ രജിസ്ട്രാർ ഹാജരാകണമെന്ന നിർദ്ദേശം തൽക്കാലം സർക്കാർ മരവിപ്പിച്ചിരിക്കുകയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടറുടെ നിയമനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലൊരു വിളിച്ചു വരുത്തലിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ മന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിക്ക് മുൻപിൽ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഹാജരാകണമെന്ന നിർദ്ദേശം നൽകിയത്. എന്നാൽ ഇത് ചട്ടവിരുദ്ധമാണെന്ന് പല കോണിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പരാതികളോ ആരോപണങ്ങളോ ക്രമക്കേടുകളോ ഉണ്ടായാൽ അതിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും വിളിച്ചു വരുത്താനും വിശദീകരണം തേടാനും ഒക്കെ അധികാരമുള്ളത് ചാൻസലർ കൂടിയായ ഗവർണർക്ക് മാത്രമാണ്. ഇതിൽ മന്ത്രിക്കോ സർക്കാരിനോ ഏതെങ്കിലും തരത്തിലുള്ള അധികാരങ്ങളില്ല എന്നിരിക്കുകയായിരുന്നു ഈ ചട്ടവും നിയമവും ഒക്കെ മറികടന്നുള്ള മന്ത്രിയുടെ നടപടി. നേരത്തെ സാങ്കേതിക സർവകലാശാലയിലും സമാനമായ ഇടപെടലിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ശ്രമം നടത്തിയിരുന്നു. സമാനമായ രീതിയിലാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഒരു ഇടപെടലിനുള്ള ശ്രമം ഉണ്ടായത്. എന്നാൽ വലിയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് ഇപ്പോൾ സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് കാര്യം. മറ്റൊരു കാര്യം പറയാനുള്ളത്, സർക്കാർ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയെങ്കിലും അത്തരമൊരു ഹിയറിംഗിന് ഹാജരാകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം രജിസ്ട്രാർക്ക് VC തന്നെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടുള്ള പ്രൊഫസർ P. രവീന്ദ്രൻ തന്നെ നൽകിയിട്ടുണ്ട്. ഡോക്ടർ P. രവീന്ദ്രൻ തന്നെ നൽകിയിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ചട്ടവിരുദ്ധമായ അത്തരമൊരു നടപടിയിലേക്ക് പോകണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. എന്തായാലും സർക്കാർ നിർദ്ദേശം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിക്ക് ഒരു കത്തും നൽകിയിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ സർവകലാശാലകളിൽ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ അധികാരപരിധിക്ക് അപ്പുറത്തേക്കുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളെ സ്വന്തം രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നത് നമുക്കറിയാം. എന്തായാലും അതിൽ നിന്ന് അത്തരത്തിൽ നടത്തിയിട്ടുള്ള ഒരു നീക്കത്തിൽ നിന്ന് ഒടുവിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ പുതിയ സവിശേഷമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതായാലും തിരിച്ചടി ഭയന്നാണ് എന്ന് പറഞ്ഞല്ലോ പ്രജിത്. അപ്പോൾ ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിലൊരു വ്യക്തത സർക്കാരിന് തന്നെ വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ അടുത്ത നീക്കമായി നമ്മൾ എന്ത് കാണണം? നിലവിലത്തെ സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുമോ എന്നുള്ളതിൽ വ്യക്തതയില്ല. കാരണം ഒരു നിർദ്ദേശം നൽകുന്നു, ആ നിർദ്ദേശത്തിന് തങ്ങൾക്ക് അധികാരമില്ല എന്നുള്ളത് ബോധ്യമായിരിക്കുന്നു. അതിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ തന്നെ പോയിരിക്കുന്നു. ആ നിർദ്ദേശം നടപ്പിലാകേണ്ട എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. കാരണം സർക്കാരിന് അധികാരമില്ലാത്തൊരു വിഷയത്തിൽ അതിൽ യൂണിവേഴ്സിറ്റി VC തന്നെ അത്തരത്തിൽ രജിസ്ട്രാറോട് ഹാജരാകേണ്ട എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുള്ള സാഹചര്യമുണ്ട്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ആ നിർദ്ദേശം മറികടന്ന് വീണ്ടും സർക്കാർ ഈ രജിസ്ട്രാറെ വിളിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതാണ്. നിലവിൽ നിയമപരമായിട്ടുള്ള ഈ ചർച്ചകളൊക്കെ എന്തായാലും ഈ വിഷയത്തിൽ നടക്കുമെന്നുള്ള ഉറപ്പാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇതിൻ്റെ കൂടുതൽ സാധ്യതകളൊക്കെ തേടാനുള്ള ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം എന്നുള്ളത് ഇതിലൊരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ മന്ത്രിക്ക് എടുക്കുന്ന ഒരു നിലപാട് കൂടി ഇതിനെ ബാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. എന്തായാലും സർക്കാരിന് വലിയ നാണക്കേട് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതായിരുന്നു. ഈ രജിസ്ട്രാറെ വിളിച്ചു വരുത്തിയാൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന നിയമ നടപടികളും അധികാരത്തിൻ്റെ പരിമിതികളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സർക്കാർ നിലവിൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. വീണ. ശരി പ്രജിത്ത്.